ഇന്ത്യയെ എതിർത്ത് നമ്മുടെ ചില അയൽ രാജ്യങ്ങൾക്ക് രാഷ്ട്രീയം കളിക്കാൻ കഴിഞ്ഞേക്കാം. പക്ഷേ ഇന്ത്യയുടെ സഹായമില്ലാതെ അവർക്ക് ഒരു ദിവസം പോലും സ്വസ്ഥമായി ഉറങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല. കാരണം നമ്മുടെ അയൽവാസികൾ ദരിദ്രവാസികൾ കൂടിയാണ്. അയൽവാസികളുടെ ഈ ദാരിദ്ര്യാവസ്ഥ നന്നായി അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഇത്രയൊക്കെ ഹുങ്ക് കാണിച്ചിട്ടും ഇന്ത്യ ഇന്നും ആദ്യ പരിഗണന അയൽക്കാർക്ക് എന്ന വിദേശ പോളിസി കൊണ്ട് നടക്കുന്നത്. ഈ സത്യം ഇപ്പോൾ ഏറ്റവും നന്നായി അനുഭവിച്ചറിയുന്നത് ബംഗ്ലാദേശ് തന്നെയാണ്. ഇന്ത്യക്കെതിരെ വലിയ വെല്ലുവിളികൾ മുഴക്കിയ ബംഗ്ലാദേശിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടാൽ ശരിക്കും സഹതാപം തോന്നും. രാജ്യം അക്ഷരാർത്ഥത്തിൽ പൂർണ്ണ അന്ധകാരത്തിലാണ്. ഇന്ത്യ വിരുദ്ധത പറഞ്ഞ് അധികാരത്തിൽ വന്ന താരിഖ് റഹ്മാൻ സർക്കാരിന് കാര്യങ്ങൾ എങ്ങനെ നിയന്ത്രിക്കണമെന്ന് യാതൊരു പിടിയുമില്ല. 18,000 മെഗാവാട്ട് വൈദ്യുതി ആവശ്യകതയുള്ള ബംഗ്ലാദേശിൽ ഇപ്പോൾ 13,000 മെഗാവാട്ട് പോലും ഉൽപ്പാദിക്കാൻ കഴിയുന്നില്ല. അമേരിക്കൻ കമ്പനിയുടെ LNG ടെർമിനലിൽ ഉണ്ടായ തീപിടുത്തവും മോശം കാലാവസ്ഥ കാരണം ഗ്യാസ് കപ്പലുകൾക്ക് അടുക്കാൻ കഴിയാത്തതുമാണ് ഈ വൻ പ്രതിസന്ധിക്ക് കാരണം. ആവശ്യമായതിന്റെ 90% എണ്ണയും 30% വാതകവും വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ബംഗ്ലാദേശ് പുതിയ ഭരണകൂടത്തിന് കീഴിൽ എങ്ങനെ മുന്നോട്ട് പോകണം എന്നറിയാതെ പകച്ചു നിൽക്കുകയാണ്. പ്രതിദിനം 1 ബില്യൺ ക്യൂബിക് ഫീറ്റ് ഗ്യാസ് വേണ്ടെടുത്ത് ഇപ്പോൾ വെറും 700 മില്യൺ മാത്രമാണ് അവർക്കുള്ളത്. ഷോപ്പിംഗ് മാളുകളും കടകളും സാംസ്കാരിക പരിപാടികളും രാത്രി 8 മണിക്ക് തന്നെ അവസാനിപ്പിക്കാനും പരസ്യ ബോർഡുകളിലെ ലൈറ്റുകൾ വൈകിട്ട് 7 മണിക്ക് അണയ്ക്കാനും സർക്കാർ ഗതികെട്ട് ഉത്തരവിടേണ്ടി വന്നു. കറണ്ട് ഇല്ലാതെ കൊടും ചൂടിൽ വലഞ്ഞതോടെ സെയ്ദ്പൂർ, കുഷ്തിയ, നെത്രോകോണ അടക്കമുള്ള പ്രദേശങ്ങളിൽ ജനം തെരുവിലിറങ്ങി. പലയിടത്തും വൈദ്യുതി ഓഫീസുകൾക്കും സബ്സ്റ്റേഷനുകൾക്കും നേരെ വൻ ആക്രമണം, തീവെപ്പുമൊക്കെയാണ് നടക്കുന്നത്. ജനങ്ങളുടെ തല്ല് ഭയന്ന് സ്വന്തം ജീവൻ രക്ഷിക്കാൻ ഉദ്യോഗസ്ഥർക്ക് പോലീസിന്റെ കാവൽ തേടേണ്ടി വന്നിരിക്കുന്നു. രാജ്യത്തിന്റെ പ്രധാന വരുമാന സ്രോതസ്സായ തുണി വ്യവസായവും ചെമ്മീൻ കൃഷിയും വൻ തകർച്ചയിലാണ്. ചെമ്മീൻ പാടങ്ങളിൽ ഓക്സിജൻ നൽകുന്ന മെഷീനുകൾ പണിമുടക്കിയതോടെ കർഷകർ കണ്ണീരിലാണ്. ഇതോടെ ജനരോഷം ഭയന്ന പുതിയ സർക്കാർ ഒടുവിൽ സ്വന്തം ജീവൻ നിലനിർത്താൻ സാക്ഷാൽ ഇന്ത്യയുടെ കാല് പിടിക്കാൻ വന്നിരിക്കുകയാണ്. ഇന്ത്യയുമായുള്ള ഫ്രണ്ട്ഷിപ്പ് പൈപ്പ് ലൈൻ വഴി അടിയന്തരമായി കൂടുതൽ ഡീസൽ നൽകണം എന്നാവശ്യപ്പെട്ട് ഇന്ത്യൻ ഹൈക്കമ്മീഷണർ ദിനേശ് ത്രിവേദിക്ക് മുന്നിൽ കൈനീട്ടുകയാണ് ബംഗ്ലാദേശ് ഊർജ്ജമന്ത്രി ഇക്ബാൽ ഹസൻ മെഹ്മൂദ്. പ്രതിസന്ധി ഘട്ടമായ കഴിഞ്ഞ മാർച്ചിലും ഏപ്രിലിലും 30,000 ടൺ ഡീസൽ നൽകി ഇന്ത്യ അവരെ സഹായിച്ചതാണ്. എന്നിട്ടും ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്ത്യ അഭയം നൽകിയതിന്റെ പേരിൽ ഇന്ത്യക്കെതിരെ വിഷം ചീറ്റുകയായിരുന്നു ഇവർ. ആ വിഷം ചീറ്റിയവർ തന്നെയാണ് സ്വന്തം രാജ്യം ഇരുട്ടിലാകുമ്പോൾ ഇതേ ഇന്ത്യയോട് ഒരു വർഷം 1,80,000 മെട്രിക് ടൺ ഡീസൽ തങ്ങളെ രക്ഷിക്കണേ എന്ന് യാചിക്കുന്നത്. അന്ധമായ ഇന്ത്യ വിരുദ്ധത കാണിച്ച് വോട്ട് നേടാം, എന്നാൽ ഭരണപരിചയമില്ലാതെ പ്രതിസന്ധി വരുമ്പോൾ രക്ഷിക്കാൻ ആ പഴയ ന്യൂഡൽഹിയിലോട്ട് തന്നെ നമ്പർ ഡയൽ ചെയ്യേണ്ടി വരും. ന്യൂസ് ഡെസ്ക് മലയാളം.